അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു സ്വീറ്റ് ബോളാണ്. അതിന് ഇത്രയുള്ളൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു ബീട്രൂട്ടാണ് ഇത് നല്ലതുപോലെ കഴുകി ചെത്തി ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം. പിന്നെ ഒരു ഗ്ലാസ് അരിപ്പൊടി അതിന് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അരച്ച് ഈ അരിപ്പൊടിക്കകത്ത് ഇളക്കും. അത് അരച്ചിട്ട് ബാക്കി കാണിക്കാം. രണ്ട് ബീട്രൂട്ട് ഞാൻ നല്ലതായിട്ട് ഇതുപോലെ മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ഇടുകയാണ്. ഒരു നുള്ളു ഉപ്പൂടി ഇടുകയാണ് അതിനകത്തിലോട്ട് കുഴയ്ക്കാൻ. ഒഴിക്കുകയാണ്. നല്ലതുപോലെ അരച്ച ബീട്രൂട്ടും അരിപ്പൊടിയും കൂടെ നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കുകയാണ്. ഇച്ചിരി ബീട്രൂട്ട് അരച്ച വെള്ളമുണ്ട്, അതുകൂടി ഇതിനകത്തിലോട്ട് നല്ലപോലെ കുഴയാൻ നല്ലത് കുഴയ്ക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം വേണം അതിനകത്തിൽ. ഇതുപോലെ നല്ലപോലെ മയത്തിന് ഞാനിത് രണ്ടും കൂടെ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ഉരുട്ടി ചെറിയ ബോളുകളാക്കി എടുക്കുകയാണ്. എന്നിട്ടിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിലൊന്ന് വേവിക്കണം. ആ ഇഡ്ഡലിക്കൂട്ട് അടുപ്പിലോട്ട് വെച്ച് ഞാനിത് ഇനി ഇതിനകത്ത് ഇത് ആവി കയറ്റണം. ആവിയിലൊന്ന് ചെറുതായിട്ട് പുഴുങ്ങിയെടുക്കണം. ഇതെല്ലാം ഈ ബോളുകളെല്ലാം പിന്നെ നമ്മുടെ ബീട്രൂട്ടും അരിപ്പൊടിയും കൂടെയുള്ള ബോളാക്കിയത് ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. അതിനെ ഒന്ന് ആവി കയറി വെന്ത് കഴിഞ്ഞ് നമുക്കെടുക്കാം. അരിപ്പൊടിയും കൂടെ ഉരുട്ടി അടുത്ത് വേവിക്കാൻ വെച്ചത് വെന്തു. നമുക്കിനി ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട തേങ്ങയാണ്. ഒരു കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കുറച്ചല്ലേ ഉള്ളൂ ആ ബോളാക്കി വെച്ചിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. ഇത് നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് തേങ്ങ ഒത്തിരി മൂക്കൊന്നും വേണ്ട. ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് ഇച്ചിരി നെയ്യ് ഒഴിക്കണം. തേങ്ങ ചൂടാക്കുന്ന തേങ്ങയുടെ ഒരു ചെറിയ പച്ചമണം ഉണ്ട്, അതൊന്ന് മാറണം. അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. ചൂടാക്കിയിട്ട് ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്ക്കകത്തിട്ട് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചുമക്കണം. തേങ്ങ എന്നാൽ ഒത്തിരി മൂക്കരുത്, ചുമന്നിരിക്കണം നമുക്ക് തേങ്ങ. തീ കുറച്ചിട്ട് ഇനി മധുരത്തിന്
ശർക്കര, അതിൻ്റെ പരുവത്തിന് ശർക്കര പൊടിയാണ്, അഴുക്കൊന്നുമില്ലാത്ത നല്ല ശർക്കരയാണ്. അതുകൊണ്ട് അതിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. തേങ്ങയും ശർക്കരയും കൂടെ കിടന്ന് ഒന്ന് തേങ്ങ ശർക്കരയ്ക്കകത്ത് നല്ലതായിട്ടൊന്ന് വഴകണം. ഒരു 3-4 ഏലക്കായും ഒരു നുള്ളി ജീരകവും കൂടെ പൊടിച്ച് ചേർത്താണ്. അതുകൂടെ ഇതിനകത്ത് തിളക്കുകയാണ്. വെച്ചിരിക്കുന്ന സ്വീറ്റ് ബോൾ ഇവിടെ ഇതിനകത്തിലോട്ട് ആഡ് ചെയ്യുകയാണ്. ബീട്രൂട്ടിൻ്റെ അരിപ്പൊടിയും ബീട്രൂട്ടും കൊള്ള ഇത് ബോളാക്കിയത് അതുകൂടെ നമുക്ക് മാറ്റി ഇളക്കാം. നെയ്യും ഒഴിച്ച് ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കായും എല്ലാം കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർത്ത് ഇങ്ങനെ ഇളക്കി ഇതിനകത്തിട്ട് വരട്ടിയാണ് ഇതെടുക്കുന്നത്. ഇത് മധുരവുമുണ്ട്. ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ ബീട്രൂട്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. കൊഴുക്കട്ട ഒന്നും തിന്നാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഇതുണ്ടാക്കി അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ ബീട്രൂട്ട് എടുത്ത് എളുപ്പം അരച്ച് ഇങ്ങനെ അരിപ്പൊടിക്കകത്ത് കുഴച്ച് അടുപ്പിൽ വെച്ച് പുഴുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്. നമ്മുടെ ബീട്രൂട്ട് സ്വീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിന്ന് ശർക്കര കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര കൊണ്ട് വേണമെങ്കിലും നമുക്കിത് എടുക്കാം. പഞ്ചസാര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പഞ്ചസാര വെച്ചെടുക്കാം. ഇത് ഞാനിന്ന് ശർക്കര വെച്ചാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയാണ് ഒന്നുകൂടെ ടേസ്റ്റ് പഞ്ചസാരയെക്കാട്ടി എടുക്കുമ്പം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.